ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം വെക്കേഷനൊക്കെ ആയിട്ട് എന്താണ് പരിപാടീസൊക്കെ? പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു മിനി വ്ളോഗ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമോൺ. എസ് ഗായ്സ്, അങ്ങനെ എനിക്ക് 20 ഇയേഴ്സ് ഓൾഡ് ആയിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്യാം. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ അങ്ങനെ അങ്ങോട്ട് ബർത്ത്ഡേസ് ഒന്നും ആഘോഷിക്കാറില്ല. പിന്നെ എല്ലാം ഒരു മൂഡാണ്. അപ്പം മിനിമം തന്നെ അടിപൊളി ഫുഡും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. എനിവേയ്സ്, അതുപോലത്തെ ഒരു ബർത്ത്ഡേ ആയിരുന്നു ഇതും. എന്തായാലും ഐ എം സോ ഹാപ്പി. ഇന്നത്തെ ദിവസത്തിലെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ക്യാപ്സ്യൂൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഫസ്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് സഫ വിത്ത് പെൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ ആളുടെ വീഡിയോ ഇൻസ്പോ ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈം ക്യാപ്സ്യൂൾ എന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഒരു ഇൻട്രോ പറയണമല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്ന ഒരു സംഭവം. അതായത് ഇപ്പം നമ്മൾ ഗോൾസൊക്കെ സെറ്റ് ചെയ്യില്ലേ, അതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു 5, 10, 20 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് അസെപ്റ്റ് ടു എന്നിട്ടായിരിക്കും നമ്മളിത് ഓപ്പൺ ചെയ്യുക. ഒരു രസം. ഞാനിതൊരു വിൻറ്റേജ് ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് 5 വർഷം കഴിഞ്ഞാണ് ഞാൻ തുറക്കാൻ പോകുന്നത്. അപ്പോൾ 2030 ആവാണ്ട് തുറക്കരുതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെറ്ററാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പം 20 വയസ്സാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്യുക എനിക്ക് 25 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്താ, എനിക്ക് എൻവലപ്പ് പോലെ ഒന്നും ചെയ്യാൻ മടിയായതുകൊണ്ട് ഇതുപോലൊരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനൊന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ലെറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തതാണ് ബക്കറ്റ് ലിസ്റ്റ് ആൻഡ് ഗോൾസ്. അപ്പം ബക്കറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ കുക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം, ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബക്കറ്റ് ലിസ്റ്റിൽ വരിക. എന്നാൽ ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് ഗോൾസിൽ വരിക. അതായത് ഗ്രാജുവേറ്റ് ആവണം, ഫോൺ വാങ്ങിക്കണം, ലൈക്ക് അങ്ങനെയുള്ളതാണ് ഇതിൽ വരിക. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എൻ്റെ 25th ബർത്ത്ഡേക്കാണല്ലോ. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഒരു കോട്ടൊക്കെ എഴുതിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ടും കൂടെ റോൾ ചെയ്ത് ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തു. അടുത്തത് ഫേവറേറ്റ്സ് ആണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അതായത് ഇഷ്ടമുള്ള സോങ്സ്, ഫുഡ്, സീരീസ്, ലൈക്ക് എല്ലാം എഴുതാം. എന്തായാലും ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റേർലി മാറിയിട്ടുണ്ടാവും. എന്തൊക്കെ മാറിയെന്ന് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ എഴുത്തു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാത്തിനെയും ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നെയിം സ്ലിപ്സ് ആയിരുന്നു. ഈ ഒരു സംഭവം കാണുന്ന പോലെയല്ല, ഒരു 8-9 വർഷത്തെ പഴക്കമുണ്ട്. എൻ്റെ ഏട്ടൻ്റെ ആയതുകൊണ്ടായിരിക്കണം ഇത്രയും നീറ്റായിട്ടുള്ളത്. എന്തായാലും അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 2 ക്രാഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കീ ചെയിൻ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇതെൻ്റെ ഫ്രണ്ട്സ് ടൂർ പോയപ്പോൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലങ്ങനെ അത് വെക്കണം ഇത് വെക്കണം അങ്ങനെയൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെക്കാൻ പറ്റും. അതായത് നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മളെ ഹാപ്പിയാക്കുന്ന എന്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ നമ്മുടെ ബോക്സ് വളരെ ചെറുതായതുകൊണ്ടും കുറച്ചേറെ സ്പേസ് ഉള്ള പോലെ തോന്നിയതുകൊണ്ടും ഒരു ഫ്രെയിമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രെയിം ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഐസ്റ്റിക്ക് വെച്ചിട്ട് ഫ്രെയിം ചെയ്യുന്നത്. അതാണ് ഇത്. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതുപോലൊന്ന് ടൈയും കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ക്യാപ്സ്യൂളിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒരു ഇഷ്ടമുള്ള ആനിമി മൂവിയൊക്കെ കണ്ട് മിനിയമ്മയുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡും കഴിച്ച് അന്നത്തെ ഒരു ഡേ കളറാക്കി. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു ലൈക്കൊക്കെ ആവാം.